ഓം അമൃതേശ്വരേ നമഃ. ദ്രോണരും ദ്രുപദനും ഭരദ്വാജ മഹർഷിക്ക് കൃതാച്ചിയിലുണ്ടായ പുത്രനാണ് ദ്രോണർ. കുട്ടിക്കാലത്ത് ദ്രോണർ അച്ഛൻ്റെ ശിഷ്യനായ അഗ്നിവേശ മുനിയിൽ നിന്ന് ആഗ്നേയാസ്ത്രം നേടി. ഗുരുകുലത്ത് പഠിക്കുമ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രനായ ദ്രുപദനായിരുന്നു ദ്രോണരുടെ സഹപാഠി. ദരിദ്രനായ ദ്രോണര് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കൃപയാണ് കല്യാണം കഴിച്ചത്. അവർക്കൊരു പുത്രനുണ്ടായി, അശ്വത്ഥാമാവ്. അടുത്ത വീട്ടിലെ ധനികരായ കുട്ടികളൊക്കെ അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞ് അശ്വത്ഥാമാവിനെ കുടിപ്പിക്കുമായിരുന്നു. അങ്ങനെ കുട്ടികൾ കളിയാക്കുന്നത് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ തൻ്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്താൻ വേണ്ടി പാഞ്ചാല രാജാവായ തൻ്റെ ചങ്ങാതിയായ ദ്രുപദന് കഴിയും എന്ന പ്രത്യാശയാൽ ദ്രോണർ ഒരു ദിവസം ദ്രുപദനെ കാണാൻ പോയി. ദ്രുപദനാടെ ദ്രോണരെ അധിക്ഷേപിക്കാനുണ്ടായത്. പാവം മനസ്സിന് മുറിവേറ്റു. ബ്രാഹ്മണരായ ദ്രോണര് പരശുരാമന്റെ ശിഷ്യനായി ആയുധവിദ്യ മുഴുവൻ പഠിച്ചെടുത്തു. ദ്രുപദനെ ഒരു പാഠം പഠിപ്പിക്കണം. മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും കൂടി പന്ത് കളിക്കായിരുന്നു. അവരുടെ പന്ത് കണക്കിൽപ്പെട്ടു. എടുക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ടായി. അപ്പോഴാണ് ദ്രോണർ ആ വഴി വരുന്നത്. പന്ത് മാത്രമല്ല, കിണറ്റിലെറിഞ്ഞ് തൻ്റെ മോതിരവും അസ്ത്രവിദ്യാൽ ദ്രോണരെടുത്ത് കാണിച്ചു കൊടുത്തു. കുട്ടികൾക്ക് അത്ഭുതമായി. വിവരമറിഞ്ഞ ഭീഷ്മാചാര്യൻ ദ്രോണാചാര്യരെ ഹസ്തൻപുരിയിലേക്ക് വിളിപ്പിച്ച് അവിടുത്തെ ആചാര്യനായിട്ട് നിയമിച്ചു. അസ്ത്രവിദ്യയിൽ ഒന്നാമനാകാൻ അർജുനന് കഴിഞ്ഞതും ദ്രോണാചാര്യരുടെ മിടുക്ക് തന്നെ. ഗുരുദക്ഷിണയായി ദ്രോണർ ആവശ്യപ്പെട്ട എന്തറിയോ? തന്നെ അപമാനിച്ച ദ്രുപദ മഹാരാജാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ. അതിനുപോയ കൗരവന്മാരെല്ലാം തോറ്റു മടങ്ങി. അവസാനം അർജുനൻ ദ്രുപദനെ ബന്ധിച്ചു. ദ്രോണർക്ക് മുന്നിൽ ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. ദ്രുപദന് മാപ്പ് നൽകി പകുതി രാജ്യം തിരിച്ചു കൊടുത്തു. ആ സുഹൃത് ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചു. എന്നാൽ ക്ഷത്രിയനായ ദ്രുപദന് പകയടങ്ങിയില്ല. തൻ്റെ അപമാനത്തിന് പകരം വീട്ടാൻ ദ്രോണരെ വധിക്കാൻ കരുത്തുള്ള ഒരു പുത്രന് ജന്മം നൽകാൻ ബ്രാഹ്മണരെ വിളിച്ച് യജ്ഞം നടത്താൻ തുടങ്ങി. യജ്ഞത്തിൻ്റെ അവസാനം അർജുനനെ വിവാഹം ചെയ്തു കൊടുക്കാൻ കൃഷ്ണ പാഞ്ചാലിയും പുത്രനായി ദൃഷ്ടദ്യുമ്നനും അഗ്നിമധ്യത്തിൽ നിന്നും ജാതരായി. ദ്രോണർക്ക് രഹസ്യങ്ങളൊക്കെ അറിയാം. എങ്കിലും ദൃഷ്ടദ്യുമ്നനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. തൻ്റെ വാസസ്ഥാനത്ത് തന്നെ പാർപ്പിച്ച് അസ്ത്രവിദ്യ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 15-ാം ദിവസമായി. ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. സിംഹത്തിൻ്റെ ഗർജനത്തോടെ പാണ്ഡവരെ നേരിടാണ് ദ്രോണാചാര്യൻ. ഈ നില തുടർന്നാൽ സർവനാശവും ഫലം എന്ന് ഭഗവാൻ ചിന്തിച്ചു. ദ്രോണർ ആയുധം വയ്ക്കാനായി. ദ്രോണർ ആയുധം വെക്കണം, എങ്കിലേ ദ്രോണരെ വധിക്കാനാവൂ. ദ്രോണർ ആയുധം വയ്ക്കാൻ വേണ്ടി പ്രിയപുത്രൻ അശ്വത്ഥാമാവെന്നാണ് കൊല്ലപ്പെട്ടു എന്ന സത്യം യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു. ധർമ്മപുത്രനാണ് പറഞ്ഞത്. ധർമ്മപുത്രൻ ഈ ദുർഘവാർത്ത ശ്രവിച്ച ദ്രോണർ വില്ല് താഴെ വച്ചു. ദൃഷ്ടദ്യുമ്നന്റെ കയ്യാൽ ആ വൻവൃക്ഷവും കടപുഴങ്ങി വീണു. ഓം അമൃതേശ്വരി നമഃ.